We shall now discuss about magnetization and magnetic intensity. മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് ഒരു ബൾക്ക് മെറ്റീരിയൽ, അതായത് ഇപ്പോൾ നമുക്കറിയാം ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺ വിച്ച് ഈസ് റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ്, ഇറ്റ് ഹാസ് എ മാഗ്നറ്റിക് മൊമെൻറ്റ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് സിൻസ് ഇറ്റ് ഈസ് എ കറൻറ്റ് ലൂപ്പ്. അല്ലെ, ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് സർക്കുലേറ്റിംഗ് കറൻ്റ് ആണ്. അപ്പോൾ ആ ഇലക്ട്രോണുമായി അസോസിയേറ്റ് ചെയ്ത് ദർ ഇസ് എ മാഗ്നറ്റിക് മൊമെൻറ്റ്. ഇനി അതേപോലെ ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, സോ ഈച്ച് ഇലക്ട്രോൺ ഹാസ് എ മാഗ്നറ്റിക് മൊമെൻറ്റ്. അതുകൊണ്ട് ആറ്റം ആസ് എ ഹോൾ ഹാസ് എൻ അറ്റോമിക് മാഗ്നറ്റിക് മൊമെൻറ്റ്. ഇനി ഒരു വലിയ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ്. അപ്പോൾ എല്ലാ ആറ്റത്തിൻ്റെയും കൂടെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ആഡ് ചെയ്യണം. വെക്ടോറിയൽ അഡീഷൻ ആണ്. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ പലതും പല ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ എല്ലാം കൂടെ ആ ഡയറക്ഷൻ കൺസിഡർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വലിയ മെറ്റീരിയലിൻ്റെ, ബൾക്ക് മെറ്റീരിയലിൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം, ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാഗ്നറ്റൈസേഷൻ. ഈ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ എം ആൻഡ് ഇറ്റ് ഈസ് എ വെക്റ്റർ. ഇറ്റ് ഈസ് ദ മാഗ്നറ്റിക് മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. ഇനി ഇതിൻ്റെ യൂണിറ്റ് ഓഫ് മാഗ്നറ്റൈസേഷൻ എന്താണെന്ന് നോക്കാം. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് പറയുന്നത് I ഇൻറ്റു എ ആണ്, അല്ലേ, ബൈ വോളിയം. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ യൂണിറ്റ് എഴുതുമ്പോൾ I എന്നുള്ളത് ആംബിയർ, എ എന്ന് പറയുന്നത് ഏരിയ ആണ്, സോ മീറ്റർ സ്ക്വയർ, വോളിയം എന്ന് പറയുമ്പോൾ മീറ്റർ ക്യൂബ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആംബിയർ പെർ മീറ്റർ ആണ് മാഗ്നറ്റൈസേഷൻ്റെ SI. ആംബിയർ മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ ക്യൂബ്. അപ്പോൾ ആംബിയർ പെർ മീറ്റർ ആണ് മാഗ്നറ്റൈസേഷൻ്റെ SI യൂണിറ്റ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ലോങ് സോളിനോയിഡ് വിച്ച് ഈസ് കണക്റ്റഡ് ടു എ ബാറ്ററി. അപ്പോൾ ഇതിലൂടെ കറൻറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഡ്യൂ ടു ദിസ് കറൻറ്റ് ത്രൂ ദ സോളിനോയിഡ് വി നോ ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ്. ആ സോളിനോയിഡിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചു. The magnetic field B0 is equal to mu 0 Ni. The magnetic field within the solenoid. ഇനി നമ്മൾ ഇതിലെ Ni എന്ന് പറയുന്നത് it is denoted, it is called H, the magnetizing field. So we have H equal to Ni. H is called the magnetizing field or magnetizing field, or it is also called magnetic intensity vector. ഇതിനെ നമുക്ക് വെറും മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്നും ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. എച്ച് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ മാഗ്നറ്റൈസിങ് ഫീൽഡ് ഓർ ഇറ്റ് ഈസ് എ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി വെക്റ്റർ. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാനുള്ള കാരണം ഈ നമ്മൾ കൊടുത്ത കറൻ്റാണ് മാഗ്നറ്റിസം ഉണ്ടാക്കാനുള്ള കാരണം. അതുകൊണ്ട് H or H equal to Ni is called the magnetizing field or magnetic intensity vector. ഇനി നമ്മൾ ഈ സോളിനോയിഡിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ വെക്കുകയാണ്. ഒരു മാഗ്നറ്റിനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയലിനെ നമ്മൾ സോളിനോയിഡിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഇൻക്രീസിങ് മെനി ടൈംസ്. ഒരു ആക്ച്വൽ മാഗ്നറ്റിനെ നമുക്ക് ഉള്ളിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഈ സോളിനോയിഡിൽ ആദ്യം ഉണ്ടായിരുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കൂടെ ഈ മാഗ്നറ്റിക് മെറ്റീരിയലിൽ കാരണമുള്ള ഒരു ഫീൽഡ് കൂടെ വരും. അപ്പോൾ ടോട്ടൽ ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് ഈക്വൽ ടു the total field now becomes equal to B0 plus Bm. ഇതിലെ B0 എന്ന് പറയുന്നത് it is the magnetic field due to the current in the solenoid. അതായത് mu 0 Ni ആണ് due to current in the solenoid. ഇനി Bm എന്ന് പറയുന്നത് it is due to the magnetic material. ഈ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നറ്റൈസേഷൻ ഓഫ് ദ മെറ്റീരിയൽ. ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണത്. ആ മെറ്റീരിയലിലെ മാഗ്നറ്റിക് മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം എത്രയാണോ അതിൻ്റെ മാഗ്നറ്റൈസേഷൻ എത്രയാണോ അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അത് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ Bm എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു mu 0 ഇൻറ്റു എം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? B ഈസ് ഈക്വൽ ടു B0 എന്നുള്ളതിനെ
we can write it as mu 0 Ni plus mu 0 M. ഇനി ഫർദർ എന്ത് എഴുതാം? mu 0 Ni എന്നുള്ളതിന് പകരം we can use H. രണ്ടിലും കോമൺ ആയിട്ട് mu 0 ഉണ്ട്, ഇറ്റ് ഇസ് ടേക്കൺ ഔട്ട് സൈഡ്. അപ്പം mu 0 ഇൻറ്റു എച്ച് പ്ലസ് എം എന്ന് എഴുതാം. B is equal to mu 0 ഇൻറ്റു എച്ച് പ്ലസ് എം. അപ്പോൾ സോളിനോയിഡിൽ കൂടെയുള്ള കറണ്ട് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടറാണത് അല്ലേ കറണ്ട് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ച മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ മാഗ്നറ്റൈസേഷൻ കാരണമുള്ള ഫീൽഡും ഉണ്ട്. ഇനി നമ്മൾ സോളിനോയിഡിലൂടെ പാസ് ചെയ്യുന്ന ഈ കറണ്ട് ആ മെറ്റീരിയലിൻ്റെ മാഗ്നറ്റൈസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് മാഗ്നറ്റൈസേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ എക്സ്റ്റേണൽ മാഗ്നറ്റൈസിങ് ഫീൽഡ്. നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ മെറ്റീരിയലിൻ്റെ മാഗ്നറ്റൈസേഷൻ ഈസ് ഓൾസോ ഇൻക്രീസിങ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കൈ ഇൻറ്റു എച്ച്. കൈ ഇൻറ്റു എച്ച് വെർ കൈ ഈസ് കോൾഡ് ദ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. എത്രത്തോളം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആ മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മെഷറാണ് കൈ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. അപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡ് കാരണം ഇത് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. ഇനി സസെപ്റ്റിബിലിറ്റിൻ്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് മെറ്റീരിയൽസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വളരെ ചെറിയ സസെപ്റ്റിബിലിറ്റി ഉള്ള സ്മോൾ ബട്ട് പോസിറ്റീവ് സസെപ്റ്റിബിലിറ്റി ഉള്ള മെറ്റീരിയൽസിനെ കൈ ഈസ് സ്മോൾ ആൻഡ് പോസിറ്റീവ്. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ വി കോൾ ദം ആസ് പാരാമാഗ്നറ്റിക്. അപ്പോൾ they are attracted by a magnet. Paramagnetic materials, small but positive. ഇനി കൈ ഈസ് സ്മോൾ ആൻഡ് നെഗറ്റീവ്. നെഗറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ നമ്മൾ ഡയാമാഗ്നറ്റിക് എന്ന് പറയുന്നു. അതായത് മാഗ്നറ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ ആ മെറ്റീരിയൽസ് റിപ്പൽഡ് ആവും, ഒരു വീക്ക് റിപ്പൽഷൻ ഉണ്ടാവും. ഇനി ചില മെറ്റീരിയൽസിന് സസെപ്റ്റിബിലിറ്റി ഈസ് വെരി ലാർജ് ആൻഡ് പോസിറ്റീവ്. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ വി കോൾ ദം ആസ് ഫെറോമാഗ്നറ്റിക്. ദേ ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. അപ്പോൾ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ മെറ്റീരിയൽസിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇനി നമ്മുടെ ഇക്വേഷൻ ഒന്നുകൂടെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. കാരണം മാഗ്നറ്റൈസേഷനും ഈ എക്സ്റ്റേണൽ കറൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ടു അവർ ഇക്വേഷൻ? B equal to mu 0 into H plus M-ന് പകരം we have to write it as chi H. അപ്പോൾ H കോമൺ ആണ്. So we can write mu 0 into 1 plus chi into mu 0 into 1 plus chi into H എന്ന് എഴുതാം. ഇനി 1 plus chi എന്നുള്ളതിനെ we call it as the relative permeability of the substance. 1 plus chi is equal to mu r. 1 plus chi is equal to mu r, the relative magnetic permeability of the substance. So our equation becomes mu 0 into mu r into h. mu 0 mu r into h. ഇനി mu 0 mu r എന്താണ്? ഇറ്റ് ഈസ് ദ പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം. സോ ദ ഫൈനൽ ഇക്വേഷൻ ഈസ് B ഈക്വൽ ടു mu ഇൻറ്റു എച്ച്. ഇവിടെ mu എന്ന് പറയുന്നത് mu ഈക്വൽ ടു mu 0 mu r. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള അതേപോലെ തന്നെ പെർമിറ്റിവിറ്റി എന്നുള്ളതിന് പകരം ഇവിടെ നമ്മൾ പെർമിയബിലിറ്റിയാണ്. പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം ആണ് വലുത്. അത് കിട്ടണമെങ്കിൽ ഫ്രീ സ്പേസിൻ്റെ പെർമിയബിലിറ്റി ഇൻറ്റു റിലേറ്റീവ് പെർമിയബിലിറ്റി, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് വി ഗെറ്റ് ദ പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം. സോ മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ടു mu h. അപ്പോൾ ഒരു സോളിനോയിഡിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ സോളിനോയിഡിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു പാർട്സ്. ദാറ്റ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് പാസിംഗ് ത്രൂ ദ സോളിനോയിഡ് ആൻഡ് ഡ്യൂ ടു ദ മാഗ്നറ്റിക് മെറ്റീരിയൽ. ആ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി എക്സ്റ്റേണൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് M ഈക്വൽ ടു chi h.
അപ്പോൾ അതും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഹാവ് മ്യൂ 0 ഇൻറ്റു 1 പ്ലസ് കൈ ഇൻറ്റു എച്ച്. 1 പ്ലസ് കൈ ഈസ് റിലേറ്റീവ് പെർമിയബിലിറ്റി. സോ വി ഹാവ് ബി ഈക്വൽ ടു മ്യൂ എച്ച്. അതായത് സോളിനോയിഡിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ്റ്റേണൽ മാഗ്നറ്റൈസിങ് ഫീൽഡ്, അതായത് നമ്മൾ ആ സോളിനോയിഡിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റിനെ അനുസരിച്ചിരിക്കും.